യുകെയിലേക്കും ഓസ്ട്രേലിയ അല്ലെങ്കിൽ അയർലൻഡിലേക്ക് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരു ശരിക്കും ഒരു ഹിഡൻ ട്രിക്ക് ഉണ്ട്. ആ ഹിഡൻ ട്രിക്ക് എന്താണെന്ന് ആണ് ഞാൻ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എഡ്യൂസ്ട്രീം ഓവർസീസിലാണ്. എന്റെ കൂടെ ഉള്ളത് എഡ്യൂസ്ട്രീം ഓവർസീസിന്റെ ചീഫ് കോർഡിനേറ്റർ മിസ്റ്റർ ഷിൽജോ എസിഡോർ ആണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ സർ. ഹലോ. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഇതിന്റെ ഒരു ട്രിക്ക് എന്നൊന്ന് പറഞ്ഞു തരാമോ? ഇത് സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്. GNM അല്ലെങ്കിൽ പോസ്റ്റ് BSc അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ ഏത് നഴ്സിനും ഇപ്പൊ UK, അയർലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകാനുള്ള ഫോർമാലിറ്റീസ് ഭയങ്കര ടഫാണ്. ബട്ട് നമ്മളത് അവർക്ക് ഈസി ആക്കി കൊടുക്കുന്ന ഒരു പാത്വേ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 6 മന്തിന്റെ ഒരു ഇന്റഗ്രേഷൻ പ്രോഗ്രാം നമ്മൾ മാൾട്ടയിൽ ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. IELTS വേണ്ട, വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇവർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ആയാൽ മതി. ഇവർക്ക് 6 മന്ത് അവിടെ മാൾട്ടയിൽ ചെന്ന് ഇവർക്ക് ഇന്റഗ്രേഷൻ പ്രോഗ്രാം ചെയ്യാം. വിത്ത് ഇന്റഗ്രേഷൻ പ്രോഗ്രാമിന്റെ ഒപ്പം തന്നെ ഇവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം. ദെൻ അതിനുശേഷം ഇവർ 1 കൊല്ലം മാൾട്ടയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അവർക്ക് UK അല്ലെങ്കിൽ അയർലൻഡ് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ടുള്ള ഫെസിലിറ്റേഷൻ നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്ന ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ എലിജിബിലിറ്റീസ് വേണോ? അതായത് ഇവിടെ നേരത്തെ എക്സ്പീരിയൻസ് വേണോ? അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ? ആർക്കും അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ, ഏജ് ലെസ് ദാൻ 38 ആയിരിക്കണം എന്നുള്ള ഒറ്റ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഏജ് എങ്ങനെയാണ്? 18 to 38 എന്നാണ് പറയുന്നത്. ബട്ട് നഴ്സിംഗ് ഒരിക്കലും 18 ഏജിൽ തീരില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ വരുന്നത് 22 to 38 ഏജിനുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്ത് പോകാൻ സാധിക്കും. ഈച്ച് മന്ത് എല്ലാ മാസത്തിലും നമുക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും, വരുന്നവരെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻടേക്ക് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ മാസത്തിലും നമ്മൾ നഴ്സസിനെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി കൺട്രീസ് ഒക്കെ വെച്ച് സാധാരണ ഇൻടേക്ക് ഇത്ര മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്രയും ബ്രേക്കിനുള്ളിലാണല്ലോ കൊണ്ടുപോകുന്നത്. ഇതിന് ശരിക്കും അങ്ങനെ ഒരു ടൈം ഡ്യൂറേഷൻ ഇല്ല? ഒരു ടൈം ഡ്യൂറേഷനും ഇല്ല. നമുക്ക് നമ്മൾ ഇവിടുന്ന് 15 കാൻഡിഡേറ്റ്സിന്റെ ബാച്ചസ് ആയിട്ടാണ് നമ്മൾ പെർ മന്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ബാക്കി കൺട്രീസ് ഒന്നും പോകുന്നില്ലല്ലോ ഇപ്പം, അതായത് പോസിബിൾ ആവുന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ശരിക്കും നമുക്ക് പോകാൻ പറ്റുന്നതിന്റെ ഒരു ബേസിക് റീസൺ എന്താണ്? ആക്ച്വലി ഇതൊരു ഇന്റഗ്രേഷൻ പ്രോഗ്രാം ആണ്. അതായത് മാൾട്ട ഗവൺമെന്റും ഈ കൺട്രീസ് ആയിട്ട് കുറെ എഗ്രിമെന്റ്സും ട്രീറ്റീസും സൈൻ ചെയ്തിട്ടുണ്ട്. സോ അവർ 1 ഇയർ മാൾട്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് മാൾട്ടയിൽ നിന്നും ഈ കൺട്രീസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി പാത്വേ ആണ് മൈഗ്രേഷൻ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹഡിൽസ് ഒക്കെ ത്രൂ ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതെ, കാരണം നമ്മൾ ഒരുപാട് കേസസിൽ കാണാറുണ്ട്, നമ്മുടെ പേപ്പർ വർക്ക്സ് ഒക്കെ ക്ലീൻ ആണെങ്കിൽ പോലും നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ നിന്ന് അത് പോസിബിൾ ആവാറില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് അവിടെ പോയിരുന്ന ഒരു ഇന്റഗ്രേഷൻ കോഴ്സും ചെയ്യാം, അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കൺട്രിയിലേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഡെഫിനറ്റ്ലി. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് IELTSന്റെ ഫോർമാലിറ്റീസ് ഇല്ല. IELTS ഇല്ലാണ്ട് ഇവർക്ക് ഇവിടുന്ന് ഫ്ലൈ ചെയ്യാം. അവിടെ ചെന്നതിന് ശേഷം അവർ IELTS എടുത്താൽ മതിയാവും. ഓക്കെ. സോ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറൊരു എക്സ്ട്രാ കോഴ്സോ കാര്യങ്ങളോ ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ എല്ലാ വാലിഡ് പേപ്പേഴ്സും ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈ ചെയ്യാം, അല്ലേ? ഡെഫിനറ്റ്ലി. നമുക്ക് മാൾട്ടയിലേക്കുള്ള ഈ ഇന്റഗ്രേഷൻ കോഴ്സിന് എങ്ങനെയാണ് ഫീസും സ്ട്രക്ചേഴ്സും കാര്യങ്ങളും പറയാമോ? നമുക്ക് ആക്ച്വലി വരുന്നത് 5500 euros ആണ് ഇതിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. ഇനിഷ്യലി 250 euros മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. ദെൻ വിസ കിട്ടിയതിനു ശേഷമാണ് ബാക്കി 5250 euros പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 250 euros നമ്മുടെ പേപ്പേഴ്സും എല്ലാം ആയിട്ട് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വിസ പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിഷ്യലി 250 euros അടയ്ക്കേണ്ട. ഇവരുടെ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം ഇവർ സെലക്ടഡ് ആയതിനു ശേഷം മാത്രം 250 euros പേയ്മെന്റ് ചെയ്താൽ മതി. അത് നമുക്കല്ല പേയ്മെന്റ് ചെയ്യേണ്ടത്. അവിടെ ഇവർ പഠിക്കാൻ പോകുന്ന ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഇവർ പേയ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ രജിസ്റ്റേർഡ് നഴ്സസ് അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് ഉണ്ടോ? നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിലെ കെയറേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ അത് വരുന്നത് 18 to 40 ഇയേഴ്സിന് ഏജിനിടയിലുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. 1 ഇയർ പ്രോഗ്രാം ആണ്. 1 ഇയർ പ്രോഗ്രാം കഴിഞ്ഞാൽ അവിടെ ഡെഫിനറ്റ് ആയിട്ട് 100% അവർക്ക് പ്ലേസ്മെന്റ് കിട്ടും. ദെൻ അതിന്റെ എക്സ്പെൻസ് വരുന്നത് പറയുന്നത് 6500 euros ആണ് ഒരു ഇയറിലേക്കുള്ള എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അതും 250 euros ഇവരുടെ സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം ഇവർ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് ചെയ്താൽ മതി. അതിനുശേഷം ബാക്കി ഇവർ വിസ വന്നതിന് ശേഷം മാത്രമാണ് ബാക്കി പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കെയർ ഗിവർ വിസ അല്ലെങ്കിൽ കെയർ ഗിവർ ആയിട്ട് കയറണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഏജ് അല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്? +2 കഴിഞ്ഞാൽ ആർക്കും ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ക്രൈറ്റീരിയ മാത്രമുള്ളൂ ഇതിന്.
പ്ലസ് ടു കഴിഞ്ഞാൽ ആർക്കും അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. 18 to 40 ഇൻ ബിറ്റ്വീൻ 18 to 40 ആയിരിക്കണം ഏജ് ലിമിറ്റ്. ഇത് മാത്രമാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ലാംഗ്വേജ് ക്രൈറ്റീരിയ നമ്മൾ ഒരു എക്സാമിനേഷൻ ആയിട്ടാണോ അതോ നമുക്ക് എന്തെങ്കിലും വേറെ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ നമുക്ക് ജസ്റ്റ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് ഉണ്ടാവുന്നുള്ളൂ. ലാംഗ്വേജ് എക്സാമിനേഷന്റെ കാര്യങ്ങളൊന്നും തന്നെ അതിൽ വരുന്നില്ല. ഓക്കെ. അപ്പൊ സാധാരണ നമ്മൾ കാണുന്നത് നമുക്ക് ഒരു കെയർ ഗിവറിന് പോകാനാണെങ്കിലും നമുക്ക് ഇത്രയും എക്സ്പെൻസ് കുറഞ്ഞിട്ടാണെങ്കിലും ലാംഗ്വേജിന്റെ കാര്യത്തിലാണ് ക്രൈറ്റീരിയാസ് ഒക്കെ വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു പേപ്പർ വർക്ക്സ് വരുന്നത്. അത് എങ്ങനെയാണ് ശരിക്കും സാധിക്കുന്നത്? ആക്ച്വലി നമ്മൾ ഇത് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ദെൻ യൂണിവേഴ്സിറ്റി പറയുന്ന ക്രൈറ്റീരിയാസ് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മൾ കാൻഡിഡേറ്റ്സിന്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്യുന്നത്. പ്ലസ് ടു കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, ഇംഗ്ലീഷിൽ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. അത് മാത്രമാണ് ഒരു ഡിമാൻഡായിട്ട് പറയുന്നുള്ളൂ. നമുക്കറിയാം യൂറോപ്പിലൊക്കെ കെയർ സെക്ടറിലൊക്കെ ഹൈ ഡിമാൻഡ് ഓഫ് പീപ്പിൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാൾട്ട ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ 1 year പ്രോഗ്രാം ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് പ്ലേസ്മെന്റ് അവർക്ക് ലഭിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മാൾട്ടനെ കുറിച്ച് പറഞ്ഞു. ഇനിയും ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? കാരണം നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോയിൽ നമ്മൾ ജർമ്മനിയിൽ നഴ്സസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഒന്നുകൂടി നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാമോ? ജർമ്മനിയിൽ GNM, പോസ്റ്റ് BSc, BSc, MSc കഴിഞ്ഞ ഏത് നഴ്സസിനും നമ്മൾ അവർക്ക് ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. A1 തൊട്ട് B2 വരെ പഠിക്കുക. B2 ലാംഗ്വേജ് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ അവർക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് കൊടുക്കും. A1 തൊട്ട് B2 വരെ അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ ഇന്റർവ്യൂ പാസ്സായതിനു ശേഷം അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിക്കപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അവരുടെ വിസ ഫീസും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. A to Z കാര്യങ്ങളും അവരുടെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് അവരുടെ എക്സാമിനേഷൻ അവർ ഇപ്പോൾ എഴുതുന്ന ഗോയിത്തെ, ടെൽക്ക് അല്ലെങ്കിൽ OSD എക്സാമിനേഷൻ ആണെങ്കിലും അതിന്റെ ഫണ്ടും നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഹസിൽ ഫ്രീ ആയിട്ട് ₹1 പോലും ചെലവില്ലാണ്ട്, നമ്മൾ ആക്ച്വലി പറയുകയാണെങ്കിൽ 0 കോസ്റ്റിൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 0 കോസ്റ്റിൽ ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള ഫെസിലിറ്റേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെ. അപ്പം ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പ്രൊസീജിയർ അല്ലേ? അതെ, ഈ ഒരു പ്രൊസീജിയർ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് അതിൽ ആക്ച്വലി എന്ന് വെച്ചാൽ ഒന്നും തന്നെ ഫ്രീ അല്ല. ആക്ച്വലി എംപ്ലോയർ ആണ് ഇവർക്കുള്ള എല്ലാ എക്സ്പെൻസസും സ്പോൺസർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യലി ഒരു എംപ്ലോയറും ഒരു കാൻഡിഡേറ്റിനും അവർക്ക് ആപ്റ്റ് ആവാത്ത ഒരു കാൻഡിഡേറ്റിനും സ്പോൺസർ ചെയ്യില്ല. അപ്പൊ ഇവർക്ക് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ലാംഗ്വേജ് പഠിപ്പിക്കും. അപ്പൊ ആ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ടൈമിൽ ഇനീഷ്യൽ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഇവരുടെ ഓരോ ലെവലിലും 6,000 വെച്ച് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഫീസായിട്ട്. ദെൻ ഇവർ B2 പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഇവർക്ക് നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യിച്ചു കൊടുക്കും. ദെൻ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ഫണ്ട് എങ്ങനെയാണ് ഫ്രീ ആയി ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഇതും സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. എംപ്ലോയർ കൊണ്ട് നമ്മൾ ഇവർ ഇനീഷ്യലി ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ഫണ്ടിങ് ഇവർ അടയ്ക്കുക. എംപ്ലോയർ കൊണ്ട് നമ്മളത് ഇവർക്ക് റീഫണ്ട് അയച്ചു കൊടുക്കും. ദെൻ എവറിത്തിങ് സെയിം പ്രൊസീജിയർ തന്നെ. എക്സാമിനേഷൻ ഫീ ആയാലും വിസ ഫീ ആയാലും ദെൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ എംപ്ലോയർ കൊണ്ട് ഇവർക്ക് സ്പോൺസർ അയച്ചു കൊടുക്കും. സോ ഇവർ ടോട്ടലി നോക്കുമ്പോൾ ₹1 പോലും ഇവർക്ക് കയ്യിൽ നിന്ന് ചിലവ് വരില്ല. ഇനീഷ്യലി ഇവർ ചെയ്യുന്ന ഒരു എമൗണ്ട് ചിലവ് വരും. ഇവർ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ എമൗണ്ട് ഇവർക്ക് ചിലവ് വരും. ബട്ട് ഇവർ B2 പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എല്ലാ എമൗണ്ടും നമ്മൾ ഇവർക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്യിച്ചു കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 0 കോസ്റ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. ശരിക്കും എഡ്യൂസ്ട്രീം ഓവർസീസ് ഒരു ഫ്രീ പാത്ത് വേ മാത്രമല്ല, എന്നാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഇന്ന് തന്നെ നമ്മൾ മാൾട്ടയിൽ പോകാൻ ഉള്ള 2 ഓപ്ഷൻസ്, അതായത് രജിസ്റ്റേർഡ് നേഴ്സസിനായാലും അതുപോലെ കെയർ ഗിവേഴ്സിനായാലും പിന്നെ അതുപോലെ ജർമ്മനി തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിന് നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ കുറേ ക്രൈറ്റീരിയാസ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജർമ്മനി പോകുമ്പോൾ നമ്മൾ ആ പറഞ്ഞ എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ആ ലാംഗ്വേജ് കോഴ്സ് നമ്മൾ പാസ്സായിരിക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് ഈ പറഞ്ഞൊരു റീഎംബേഴ്സ് ചെയ്ത് നമുക്ക് എല്ലാം കിട്ടുള്ളൂ. യെസ്, ആക്ച്വലി നമുക്ക് B2 ഫുൾ മൊഡ്യൂൾ ഉള്ളവരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. B1 ഫുൾ മൊഡ്യൂൾ ഉള്ളവരെ കൊണ്ടുപോകാൻ സാധിക്കും. B2ന്റെ 2 or 3 മൊഡ്യൂൾ ഉള്ളവരെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ദെൻ റെസ്റ്റ് കിട്ടാത്ത മൊഡ്യൂൾസ് അവർ ജർമ്മനിയിൽ ചെന്നതിന് ശേഷം എഴുതിയെടുത്താൽ മതിയോ. അപ്പൊ B1 ഫുൾ മൊഡ്യൂൾ, B2 ഫുൾ മൊഡ്യൂൾ, B2ന്റെ 2 or 3 മൊഡ്യൂൾ ഉള്ളവരെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ജർമ്മനിയിലേക്ക്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇവർക്ക് സ്പീക്കിംഗ് സ്കില്ല് നല്ലതായിട്ട് ഉണ്ടായാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ടേക്ക് ഓവർ ചെയ്യും.
ഓക്കെ. സോ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയർ അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നത്. കാരണം ബാക്കി എല്ലാ കൺസൾട്ടൻസീസിനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ അവിടെ ഉണ്ടാവണം എന്നില്ല. എല്ലാവരും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടി വഴിയായിരിക്കും എല്ലാ പ്രൊസീജിയേഴ്സും പേപ്പർ വർക്ക്സും ചെയ്യുന്നത്. ഇവിടെ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് എജിസ്ട്രീം ഓവർസീസിൽ തന്നെയാണോ അതോ? നമ്മൾ തന്നെയാണ് പേപ്പർ വർക്ക്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് രജിസ്റ്റേർഡ് ഉള്ള ഓഫീസ് ജർമ്മനിയിലുള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് ഇവരുടെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. നമുക്ക് ഒരു 35ഓളം ഹോസ്പിറ്റൽ ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് ജർമ്മനിയിൽ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ടൈപ്പ് ഉള്ളതുകൊണ്ട് ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 7000ഓളം നേഴ്സസിന്റെ ഒരു ഡിമാൻഡ് നമുക്കുണ്ട്. ഓക്കെ. സോ നമ്മൾ അത് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നത്. സോ നമ്മൾ എംപ്ലോയേഴ്സിനെ കൊണ്ട് ഇവർക്ക് മാക്സിമം കാൻഡിഡേറ്റ്സിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാം സ്പോൺസർ ചെയ്യിച്ച് അവിടെ എംപ്ലോയേഴ്സിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. കാരണം മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരുപാട് വ്യൂവേഴ്സിനായാലും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന വ്യൂവേഴ്സ് ആയിരുന്നു. ഇത്രയും നേരം ഈ ഒരു 3 ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഇത്രയും ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. താങ്ക്സ്.